ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇൻവിസിബിളായിട്ട് സിബ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് സിബ്ബർ ഫൂട്ടാണ്. ഈ ഒരു കിറ്റിൽ 3-4 ടൈപ്പിൽ തന്നെ സിബ്ബർ ഫൂട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സിബ്ബർ ഫൂട്ടാണ് ഇന്നെടുക്കുന്നത്. ഇതിനെ 2 സൈഡ് ഫൂട്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ സിബ് അറ്റാച്ച് ചെയ്യാൻ മാത്രമല്ല കേട്ടോ ഇതിന് ഉപയോഗിക്കുന്നത്. നമുക്ക് പൈപ്പിംഗ് കൊടുക്കാനും അതുപോലെ തന്നെ ബീഡ്സ് ഉള്ള ലേസൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ 1 സൈഡായിട്ട് അങ്ങനെ ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പം ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് നീഡിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ 2 സൈഡിലായിട്ടും ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഈ ഒരു ഫൂട്ട് വരുന്നത്. ഇതിന് 2 ഹുക്ക് സൈഡുകളുണ്ട്. 2 സൈഡായിട്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഹുക്ക് വരുന്നുണ്ട്. 2 ഹോളും നീഡിൽ വരുന്ന 2 ഭാഗത്തായിട്ടും 2 ഹോളും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് ലൈനിങ്ങിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സിബ് ഈസി ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിലെ യോക്ക് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മിഡിലായിട്ട് സിബിനെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സിബിനെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് എങ്ങനെയാണ് വെച്ച് കൊടുക്കാൻ നോക്കാം. ഇതുപോലെ സിബിനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് കേട്ടോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരിക, മാറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫാബ്രിക്കിൻ്റെ നല്ല വശത്താണ് കേട്ടോ ഞാൻ ഈ ഒരു സിബിനെ വെച്ചെടുക്കുന്നത്. സിബിൻ്റെ കറക്റ്റ് വശം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഭാഗം നമ്മുടെ ആ സിബ് പോകുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതിനെ ഫാബ്രിക്കിൻ്റെ ഈ ഒരു വശത്തേക്കാക്കിയിട്ട് ഒന്ന് ടേൺ ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മറ്റേ സൈഡിലുള്ളതും ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതും കൂടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു സിബിൻ്റെ ആ ഒരു ഭാഗം പിരിഞ്ഞിട്ടാട്ടോ താഴെ ഭാഗം നിൽക്കുക. അതൊന്നും കുഴപ്പമില്ല. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടെടുക്കുമ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിട്ടെടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിനി ഫൂട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സിബ്ബർ ഫൂട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. അപ്പോൾ ഏത് സൈഡാണ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സൈഡിലേക്ക് നീഡിൽ വരുന്നത് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാബ്രിക്കിലേക്ക് സിബിനെയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാണ്. സിബിനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുകയാണ്. ആ സിബിൻ്റെ ആ ഒരു ഇത് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതിനെ ഇങ്ങോട്ടേക്കാക്കിയിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ ഇത് 1 സൈഡ് ഫൂട്ടായിട്ടും സിബ്ബർ ഫൂട്ടായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എഡ്ജിലൂടെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പം സിബൊക്കെ ഇതുപോലെ ഇൻവിസിബിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈ ഒരു ഫൂട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സിബിൻ്റെ എഡ്ജിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഫൂട്ടിൻ്റെ ഒരു സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ആ സിബിൻ്റെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗത്തു കൂടെ തന്നെ പെർഫെക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ചാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സിബൊക്കെ അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇതുപോലെ പെർഫെക്റ്റായിട്ട് ആ ഒരു എഡ്ജ് സിബ് ഉണ്ടെന്ന് തന്നെ നമുക്ക് തോന്നില്ല. അത്രക്കും പെർഫെക്റ്റായിട്ട് തന്നെ ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് ഭാഗം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നെക്ക് നമുക്ക് ചെയ്തെടുത്തിട്ട് ബാക്കി വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയൊരു ക്രോസ് കട്ടിങ്ങും കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഒരു സൈഡ് ഭാഗം സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഇതുപോലെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ലൈനിങ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സിബ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ ഭാഗം കൂടി ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഇതുപോലെ ഈ ഒരു ഫൂട്ടിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് സൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഈസിയാണ് കേട്ടോ ഈ ഒരു ഫൂട്ട്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സെയിം നമ്മൾ ഈ ഒരു സിബിനെ ഒന്നൊന്ന് മറിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗം കൂടി അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെയിം ആ ഒരു മെത്തേഡിൽ തന്നെ ഈ ഒരു ഭാഗത്തും സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അങ്ങനെ സിബ്ബ് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന ആ പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് മറിച്ചിട്ടെടുത്താൽ നമ്മൾ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ രണ്ട് സൈഡിലും സിബ്ബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ലൈനിങ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെയോ കട്ടിങ്ങോ ഒന്നും കാണില്ല കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ആ ഒരു സിബ്ബിൻ്റെ ആ ഒരു ഭാഗം കിട്ടും. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സിബ്ബിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം സിബ്ബ് ഉണ്ടെന്ന് തന്നെ നമുക്ക് തോന്നില്ല, അത്രക്കും പെർഫെക്റ്റായിട്ട് തന്നെ ആ ഒരു ഭാഗം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആ സിബിനൊന്ന് വലിച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ലൈനിങ് പീസ് വെച്ച് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ യോക്കിൻ്റെ ഉൾഭാഗത്തും നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സിബിൻ്റെ ആ ഒരു എഡ്ജൊക്കെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ നമുക്ക് വൃത്തിയിൽ സിബിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ സിബിൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ ഫൂട്ട് കൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളും നടക്കും കേട്ടോ. മൾട്ടി ഫങ്ഷണലായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫൂട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.